അതായത് അർജുന്റെ സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയാം. അർജുൻ അത്രയ്ക്ക് ഈ പറഞ്ഞ സാത്വിക ഗുണത്തിൽ അത്രയ്ക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അർജുൻ. അപ്പം ഈ അർജുന്റെ അടുത്ത് ഒരുപാട് വട്ടം ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ നിനക്ക് ഇത് പറഞ്ഞു തരുന്നത് നിനക്ക് അസൂയ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതായത് ഈ ഭഗവത്ഗീത പറയുമ്പോൾ, അതായത് ഭഗവത്ഗീത കേൾക്കണമെങ്കിൽ നമുക്ക് അതിനൊരു യോഗം വേണം, പറയണമെങ്കിൽ യോഗം വേണം, വായിക്കണമെങ്കിൽ യോഗം വേണം, ഭഗവത്ഗീതയുടെ തത്വം ഉൾക്കൊള്ളണമെങ്കിലും യോഗം വേണം. ഭഗവാന്റെ അനുഗ്രഹമില്ലാതെ ഭഗവത്ഗീതയുടെ ഒരു ശ്ലോകം പോലും, ഭഗവത്ഗീത ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് പോലും നമ്മൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാതെ അത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഭഗവത്ഗീത എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭഗവത്ഗീതയുടെ അതായത് ഭഗവത്ഗീത എത്ര സ്പെഷ്യൽ ആണെന്ന് അറിയായിരിക്കും, പക്ഷെ ആരും ഭഗവത്ഗീത വായിക്കാനായിട്ടുള്ള ഒരു താല്പര്യം കാണിക്കാറില്ല. ഭഗവത്ഗീത വളരെ സിമ്പിൾ ആണ്. കാരണം നമ്മൾ ഒരുപാട് തവണ വായിക്കുന്ന സമയത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നമ്മളുടെ ജീവിത സാഹചര്യത്തിൽ എന്ത് ചോദ്യം നമുക്കുണ്ടെങ്കിലും, നമുക്കൊരു അസുഖം വന്നിരിക്കുന്ന സമയത്ത് നമുക്ക് ഭഗവാനോട് എന്തെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് സ്വയം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, നമുക്കൊരു എക്സാം എഴുതാൻ പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച്